ഒരു വർഷം മുമ്പ് തിരുവനന്തപുരം ജഗതി മൈതാനത്ത് നഗരവാസികൾക്ക് വിതരണം ചെയ്യാൻ എത്തിച്ച ഡ്രെയിനേജ് ടാങ്കുകൾ ഉടൻ വിതരണം ചെയ്യുമെന്ന് മേയർ വി രാജേഷ് അറിയിച്ചു. എത്രയും വേഗം അർഹരായവരെ കണ്ടെത്തി ടാങ്കുകൾ കൈമാറുമെന്ന് മേയർ അമൃത ന്യൂസിനോട് പറഞ്ഞു. കഴിഞ്ഞ ഭരണസമിതിയുടെ കാലത്താണ് നഗരനിവാസികൾക്ക് കൈമാറാനായി ടാങ്കുകൾ മൈതാനത്ത് ഇറക്കിയത്. ഒരു വശത്ത് മാലിന്യ കൂമ്പാരം, മറുവശത്ത് നഗരത്തിലെ മാലിന്യ പ്രശ്നത്തിന് പരിഹാരമാകാനുള്ള ഡ്രെയിനേജ് ടാങ്കുകൾ. ഇത് തിരുവനന്തപുരം ജഗതി മൈതാനത്തിലെ സ്ഥിരം കാഴ്ചയായിട്ട് ഒരു വർഷത്തിലേറെയായി. സെപ്റ്റിക് ടാങ്ക് എന്ന് പറഞ്ഞിട്ട്, അതായത് വെള്ളം കയറുന്ന സ്ഥലങ്ങളിൽ സെപ്റ്റിക് ടാങ്ക് വയ്ക്കാൻ എന്നൊരു പദ്ധതി തയ്യാറാക്കി ആര്യ രാജേന്ദ്രൻ ഇരുന്ന അവസാന വർഷം കൊണ്ടു തള്ളിയ സാധനങ്ങളാണിത്. ഇതുവരെയും ഇത് ആർക്കും കൊടുത്തിട്ടില്ല. പ്ലാസ്റ്റിക് മാലിന്യ കൂമ്പാരം പോലെ മൈതാനത്തിന്റെ ഒരറ്റത്ത് പകുതി മണ്ണിലാണ്ട് കിടക്കുന്നത് 100ഓളം ഡ്രെയിനേജ് ടാങ്കുകളാണ്. കഴിഞ്ഞ കോർപ്പറേഷന്റെ ഭരണകാലത്താണ് ടാങ്കുകൾ ഇവിടെ കൊണ്ടിട്ടത്. ഡ്രെയിനേജ് പ്രശ്നമുള്ള നഗരപരിധിയിലെ വീടുകളിൽ വിതരണം ചെയ്യാനായിരുന്നു ടാങ്കുകൾ. ഒരുപാട് പേർ അപേക്ഷകൾ നൽകിയിട്ടുണ്ടെങ്കിലും ചുരുക്കം ചിലർക്ക് മാത്രമാണ് വിതരണം ചെയ്തത്. എത്ര പേർക്ക് വിതരണം ചെയ്തു എന്നതിലും വ്യക്തതയില്ല. മുൻ ഭരണസമിതി ഇത്തരത്തിലുള്ള പല വീഴ്ചകളും നടത്തിയിട്ടുണ്ടെന്ന് മേയർ ആരോപിച്ചു. അർഹരായവരെ കണ്ടെത്തി എത്രയും വേഗം ഡ്രെയിനേജ് ടാങ്കുകൾ വിതരണം ചെയ്യാനാണ് പുതിയ ഭരണസമിതിയുടെ തീരുമാനം. എത്രയും പെട്ടെന്ന് തുടർ നടപടികളിലേക്ക് കടക്കുമെന്ന് മേയർ അമൃത വാർത്തകളോട് പറഞ്ഞു. അത് മുൻ ഭരണസമിതി ഇത്തരത്തിൽ പല ഉപകരണങ്ങളും വാങ്ങി പല സ്ഥലത്തും കൃത്യമായിട്ട് സമയത്ത് വിതരണം ചെയ്യാതെ ഡംപ് ചെയ്തിട്ടുണ്ട്. കുറേ വാഹനങ്ങൾ കൃത്യസമയത്ത് ലേലം ചെയ്ത് കൊടുക്കാതെ അത് ഇനി ഉപയോഗിക്കാൻ പറ്റാത്ത വാഹനങ്ങൾ ഒരു 150 വാഹനങ്ങൾ ഇവിടെ കിടപ്പുണ്ട്. അതുപോലെ തന്നെ ഈ ടാങ്ക് പാവപ്പെട്ട ആൾക്കാർക്ക് അവരുടെ വീട്ടിൽ കൊണ്ടുവന്ന് കുഴിച്ച് ഇട്ട് കൊടുക്കേണ്ട ടാങ്കാണ്. അതവിടെ ജഗതി ഗ്രൗണ്ടിൽ കിടക്കുന്നു. ഞങ്ങൾ ഇങ്ങനെയുള്ളതൊക്കെ കണ്ടുപിടിച്ചപ്പോൾ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അത് കൃത്യമായിട്ട് ആൾക്കാരെ കണ്ടുപിടിച്ച് അവർക്ക് കൊടുത്തില്ലെങ്കിൽ ഇത് മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റേണ്ടി വരും. അപ്പോൾ അവിടെ ബുദ്ധിമുട്ടുണ്ടാകും. അപ്പോൾ ഇതിൽ ആ ഫയലെടുത്ത് ആൾക്കാരെ പരിശോധിച്ച് അവർക്ക് പരമാവധി കൈമാറുവാനുള്ള പരിശ്രമമാണ്. ലക്ഷങ്ങൾ മുടക്കിയുള്ള പദ്ധതികളാണ് ഓരോ ഭരണകാലത്തും അധികാരികൾ വിഭാവനം ചെയ്യുന്നത്. എന്നാൽ ഇത്രയും വലിയ മുതൽ മുടക്കുള്ള പദ്ധതികളിൽ പലതും യാഥാർത്ഥ്യമാകുന്നില്ല എന്നുള്ളതാണ് വസ്തുത. ക്യാമറമാൻ വിഷ്ണുവിനൊപ്പം ദേവിക ചന്ദ്രൻ, അമൃത ന്യൂസ്, തിരുവനന്തപുരം.